പെൺകുട്ടികൾക്ക് കല്യാണമേ വേണ്ട, കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. അതിൻ്റെ കാരണം എന്താവും? ഇപ്പോൾ നടത്തിയ സർവേയിൽ ഭൂരിഭാഗം പെൺകുട്ടികളുടെയും അഭിപ്രായമാണ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമാധാനവും വേണം. ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആക്ട്രസ് ഐശ്വര്യ ലക്ഷ്മി കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം തുറന്നു പറയുകയാണ് ഐശ്വര്യ ലക്ഷ്മി. വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് വ്യത്യസ്തമായിരുന്നു. 8-ാമത്തെ വയസ്സിലും 10-ാമത്തെ വയസ്സിലും 25-ാമത്തെ വയസ്സിലുമൊക്കെ വിവാഹം എന്നത് ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരു പ്രായം വരെ വിവാഹത്തിൻ്റെ ആഘോഷങ്ങളും സന്തോഷവും ഫാൻറ്റസിയും മാത്രമാണ് കാണാനായിട്ട് സാധിച്ചിരുന്നത്. എന്നാൽ കുറച്ചുകൂടി വളർന്നപ്പോൾ ലോകം കാണാൻ തുടങ്ങിയപ്പോഴാണ് ചുറ്റുമുള്ള ഓരോ വിവാഹ ബന്ധങ്ങളും നേരിൽ കണ്ട് അനുഭവിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത്. സന്തോഷമായിട്ടല്ല, മറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളും കോംപ്ലക്സുകളുമാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലായി. തൻ്റെ 34-ാമത്തെ വയസ്സിനിടയിൽ പൂർണ്ണ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കി എല്ലാവരിലും കോംപ്രമൈസുകളാണ് കണ്ടത്. വിവാഹശേഷം ആർക്കും പേഴ്സണൽ ഗ്രോത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ ബോധവും ബുദ്ധിയും വന്നപ്പോഴാണ് വിവാഹം ആവശ്യമില്ല എന്ന് മനസ്സിലായത്. ഇതാണ് ഐശ്വര്യ ലക്ഷ്മി ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വെച്ചത്. സത്യത്തിൽ ഐശ്വര്യ ലക്ഷ്മി ഒരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ്. കാരണം പുതിയ തലമുറയിൽ ഒട്ടുമിക്ക പെൺകുട്ടികളും പറയാനുള്ളത് ഇതൊക്കെ തന്നെയായിരിക്കും. ഒരു ഡേറ്റിംഗ് ആപ്പ് ഇന്ത്യയിൽ നടത്തിയ സർവേയിൽ നിന്നും മനസ്സിലാവാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ഭൂരിഭാഗം പെൺകുട്ടികളും ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ്. അവർ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കില്ല എന്ന് ചുരുക്കം. എന്നാൽ ആൺകുട്ടികൾ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവരാണ്. വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ഭൂരിഭാഗം ആൺകുട്ടികളും പെൺകുട്ടികളെ കിട്ടാത്തതിൻ്റെ പേരിൽ സിംഗിളായി ജീവിക്കേണ്ടി വരുന്നവരാണ്. അതായത് ദിനം പ്രതി പെൺകുട്ടികൾക്ക് വിവാഹത്തോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ് എന്നാണ് പറഞ്ഞത്. താല്പര്യമുള്ള കുറച്ചു പേരെങ്കിലും മുൻ പറഞ്ഞതുപോലെ കുടുംബത്തിൻ്റെ ഇഷ്ടം നോക്കിയല്ല, സ്വന്തം താല്പര്യങ്ങൾ നോക്കിയും ചൂസായി ഒക്കെ തന്നെയാണ് പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്. ഇത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. എന്തായാലും ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യപ്പെടുന്നത് കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. അങ്ങനെയൊരു തീരുമാനത്തിലെത്താൻ പലർക്കും പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം സ്വാതന്ത്ര്യം തന്നെയാണ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ നെറ്റിച്ചുളിയും. ഞാൻ 5 കാര്യങ്ങൾ പറയാം. ചെറുപ്പം മുതൽ ഒരു പെൺകുട്ടിക്ക് നിരസിക്കപ്പെടുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം. സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നു എന്ന് എല്ലാ കാലത്തും വളരെ പ്രശസ്തമാണ്, ശരിയുമാണ്. മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കുന്ന കാലം അത്രയും അവർ പറയുന്നതനുസരിച്ച് ജീവിക്കണം. അതു കഴിഞ്ഞ് സ്വന്തം കാലിൽ നിന്ന് തുടങ്ങുമ്പോഴേക്കും വിവാഹം എന്ന ചട്ടക്കൂട്ടിൽ കൊണ്ടേയിടും. അവിടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ജോലിഭാരവും അങ്ങനെയെല്ലാം അവളുടെ തലയിലാകും. പിന്നെ താലി കെട്ടി എന്ന അധികാരത്തിൻ്റെ പേരിൽ ഭർത്താവിനെയും അവൻ്റെ കുടുംബത്തെയും അവൾ അനുസരിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണം. അതു കഴിഞ്ഞ് പ്രായം ചെല്ലുമ്പോൾ മക്കളെ അനുസരിക്കണം. പക്ഷേ സ്ത്രീകൾ വിവാഹം കഴിക്കുന്നില്ല എന്ന തീരുമാനത്തിലൂടെ ഈ സ്റ്റീരിയോടൈപ്പ് ഭേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ചെറുപ്പം മുതൽ നഷ്ടപ്പെട്ട അവളുടെ സ്വാതന്ത്ര്യം അവൾക്ക് തിരികെ ലഭിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവൾ ഒന്നും ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ മറ്റാരോടും ചോദിക്കാതെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും ഏറ്റെടുക്കാനുമൊക്കെ അവരെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഒറ്റയായി ജീവിക്കുക തന്നെയാണ് എന്ന് അവർ തീരുമാനിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സ്വയം വളരാനും സ്വന്തമായി ചിലത് ചെയ്യാനും ഗ്രോത്തിന് വേണ്ടി സ്വയം സമയം ഉപയോഗിക്കാനും അവർക്ക് സാധിക്കും. ജീവിത പങ്കാളിയെ ഓർത്തോ മക്കളെക്കുറിച്ച് ഓർത്തോ ടെൻഷൻ വേണ്ട. അവരുടെ കാര്യങ്ങൾ, താല്പര്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി മാത്രം സമയം ചെലവാക്കുന്നു. സ്വന്തം ഇഷ്ടത്തിനും സൗഹൃദങ്ങൾക്കും വേണ്ടിയും കൂടുതൽ സമയം നൽകാൻ കഴിയും. ഒന്നിനും രണ്ടാമതൊരാളെ പേടിക്കേണ്ട കാര്യമില്ല. പലരും പറയാറുണ്ട്, നന്നായി മനസ്സിലാക്കുന്ന പങ്കാളി ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ. ഒരു റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ ഉറപ്പായും കുടുംബത്തെ അല്ലെങ്കിൽ ആളുകളുടെ സൗകര്യം നോക്കി തന്നെ വേണം. പലതും അനുവാദം ചോദിച്ചു വേണം, അഭിപ്രായങ്ങൾ ചോദിച്ചു വേണം, വിട്ടുവീഴ്ചകൾ ചെയ്തു വേണം അവർക്ക് മുന്നോട്ടു പോകാൻ. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഇതൊന്നും വേണ്ട. മൂന്നാമത്തെ കാര്യം, ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് തോന്നുമ്പോൾ ജീവിക്കാൻ മറ്റൊരാൾ ആവശ്യമില്ല എന്ന ചിന്തയാണ്.
സിംഗിൾ എന്നതിനേക്കാൾ ഇൻഡിപെൻഡൻ്റ് ആകുക എന്നതാണ് അർത്ഥം. സിംഗിളായി ആയാലും കമ്മിറ്റഡ് ആയാലും പണമില്ലെങ്കിൽ ജീവിതമില്ല. അതാണ് സത്യം. സാമ്പത്തികമായി സ്വാതന്ത്ര്യമുള്ള ജോലിയുള്ള ഒരാൾ വിവാഹം കഴിച്ചില്ലെങ്കിലും ആരും തുണയില്ലെങ്കിലും സന്തോഷമായും സമാധാനമായും ജീവിക്കാൻ സാധിക്കും. ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. ആരോടും ചോദിക്കേണ്ട, നിയന്ത്രണവുമില്ല. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തോന്നുന്ന പെൺകുട്ടികൾക്ക് ഒരു തുണയുടെ ആവശ്യം തോന്നുന്നില്ല. നാലാമത്തെ കാര്യം ഓരോരുത്തരും കണ്ടുശീലിച്ച കുടുംബ ബന്ധങ്ങൾ തന്നെയാണ്. തീരുമാനം തെറ്റിപ്പോയി സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനം, അടിപിടി, ബഹളം എന്നൊക്കെ പറഞ്ഞ് പലരും വേർപിരിയുന്നു. ആത്മഹത്യകൾ പെരുകുന്നു. അത് കണ്ട് മനസ്സുമടുക്കുന്ന ഈ തലമുറ സിംഗിളായി നടക്കാൻ ആഗ്രഹിക്കുന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ ലോജിക്. പിന്നെ വിവാഹം എന്ന കൺസെപ്റ്റിൽ ഒരാൾക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ മുമ്പ് വിവാഹിതരായവർ നന്നായി ജീവിക്കുന്നത് കാണണം. വിവാഹത്തിന് ശേഷവും ഓരോരുത്തർക്കും അവരവരുടേതായ സ്പേസും വ്യക്തിപരമായ തീരുമാനങ്ങളും ഗ്രോത്തും ഉണ്ടാകണം. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് പൊതുവെ കൂടുതലും കാണാൻ സാധിക്കാറില്ല. കാരണം വിവാഹം കഴിക്കുന്നതോടെ അവിടെ മുഴുവൻ മാറ്റങ്ങളും സ്ത്രീകൾക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. വിവാഹം കഴിക്കുന്നതോടെ അവൾ സ്വന്തം വീട്ടിൽ അതിഥി മാത്രമാണ്. ഇനി അങ്ങോട്ട് അവളുടെ വീട് ഭർത്താവിൻ്റെ വീടാണ്. അവൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അവിടെ തന്നെ ജോലി ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചെങ്കിലും അവൾ ഭർത്താവിനോടൊപ്പം ജീവിക്കണം. അല്ലെങ്കിൽ അതിന് സൗകര്യപ്പെടുന്ന രീതിയിൽ ജോലി ചെയ്യണം. ഈ ഭാര്യയുടെ ജോലിയുടെ സൗകര്യത്തിനനുസരിച്ച് സ്വന്തം ജോലിയിൽ നിന്നും മാറ്റം വരുത്തി അല്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കുന്ന ഭർത്താക്കന്മാരെ ഇവിടെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഭാര്യ പുറമേ പോയി ജോലി ചെയ്താലും വീട്ടിലെ ജോലിയും അവൾ തന്നെ ചെയ്യണം. ഭർത്താവിനും കുടുംബത്തിനും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഭാര്യയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഭർത്താവിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഇഷ്ടം പോലെ കൺസീവ് ചെയ്യണം, മക്കളെ വളർത്തണം. സ്വന്തം ജോലി അതിന് തടസ്സമാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. അല്ലാതെ ഏത് ഭർത്താവാണ് ജോലി കളഞ്ഞ് മക്കളെ നോക്കാൻ വീട്ടിലിരിക്കുന്നത്? ഇവിടെ സ്ത്രീയുടെ ഇഷ്ടത്തിനും വളർച്ചയ്ക്കും ഒന്നും ഒരു പ്രാധാന്യവുമില്ല. സ്വന്തം മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കുകയും തൃപ്തിപ്പെടുത്തുകയും ഒക്കെ വേണം. സ്വന്തം വീട്ടിലെ ഫംഗ്ഷന് പോയില്ലെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിലെ ഒരു ഫംഗ്ഷൻ പോലും മിസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അവരുടെ പ്രയോറിറ്റികൾ പതിയെ പതിയെ ഇല്ലാതാകുന്നു. മറ്റുള്ളവരുടെ പ്രയോറിറ്റികളിലേക്ക് അവർ സ്വന്തമായി ഒതുങ്ങിക്കൂടുന്നു, സ്വയം ഒതുങ്ങിച്ചേരുന്നു. ഇതെല്ലാം കണ്ടുവരുന്ന ന്യൂ ജനറേഷൻ പെൺകുട്ടികൾ വിവാഹത്തിലൂടെ തങ്ങളുടെ ലൈഫിലും ഇതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉത്തരവാദിത്തങ്ങളിലും വിട്ടുവീഴ്ചകളിലും പ്രതിബദ്ധതയും ഒക്കെ വേണ്ടുന്ന മാരേജ് എന്ന കൺസെപ്റ്റിനോട് അവർക്ക് താല്പര്യം ഇല്ലാതാകുന്നത്. അവരെ എങ്ങനെയാണ് കുറ്റം പറയാനാകുക? നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒരു പ്രശസ്തിയും ഉണ്ടാകില്ല എന്നൊരു തിരിച്ചറിവ്. നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും, ഒരുപാട് സഹിക്കേണ്ടി വരും, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ആരാണ് അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുക? മൊത്തത്തിൽ സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ വിവാഹ ജീവിതം പലതിനും ഒരു തടസ്സമാണ് അല്ലെങ്കിൽ അവസാനമാണ്. സോ ഒരുപാട് എഫേർട്ടുകളും സ്ട്രക്സുകളും ഉള്ള ആ ജീവിതം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അവരും തീരുമാനിക്കുന്നു. ഈ കാരണങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ കാഴ്ചപ്പാടിലും മാറ്റമുണ്ടാകും. അങ്ങനെ ഒരു മാറ്റം അനിവാര്യമാണ്. കാരണം ഇതൊരു പെണ്ണിൻ്റെ ആവശ്യമല്ല, ലോകത്തിൻ്റെയും പുരുഷൻ്റെയും നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഇനിയൊരു നല്ല തലമുറ ജന്മമെടുക്കണമെങ്കിൽ, ലോകം നിലനിന്നു പോകണമെങ്കിൽ സ്ത്രീകൾ തന്നെ വിചാരിക്കണം. അതുമാത്രമല്ല, പുരുഷൻ്റെ അതിജീവനത്തിനും സ്ത്രീ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് വിവാഹത്തെക്കുറിച്ചുള്ള, അത് കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്ക ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. അതിന് ഏറ്റവും കൂടുതൽ സാധ്യമാക്കുന്നത് ഇപ്പോൾ വിവാഹം കഴിച്ച് ജീവിക്കുന്നവരാണ്. വിവാഹത്തിലൂടെ സ്ത്രീക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്നും അവളുടെ വളർച്ചയിൽ കുറവുണ്ടാവുന്നില്ല എന്നും ഒരു ഇൻഡിവിജ്വൽ ആയി തന്നെ കാണാൻ സാധിക്കുന്നുവെന്നും വിവാഹത്തിലൂടെ അവളുടെ സ്വാതന്ത്ര്യം സന്തോഷവും നഷ്ടപ്പെടുന്നില്ല എന്നും ബോധ്യപ്പെടുത്തണം. മാത്രവുമല്ല, വിട്ടുവീഴ്ചകളും കോംപ്രമൈസുകളും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും ജോലിഭാരവും സ്ത്രീകളുടേത് മാത്രമല്ല എന്നും പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ ഇത് കണ്ടു വളരുന്ന ജനറേഷൻ എങ്കിലും മാറി ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം.